ഇതെൻ്റെ മൂന്നാമത്തെ ട്രൈ ആയിരുന്നു നെറ്റ് എക്സാമിന്. ഫസ്റ്റ് ട്രൈ എന്ന് പറയുന്നത് ഞാനാണെങ്കിൽ PG ഫസ്റ്റ് ഇയറിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിലാണ് ഞാൻ PG ചെയ്തത്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പഠിച്ച് ചെയ്യുമായിരുന്നു. സോ എൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. ഞാൻ Appleby അക്കാഡമിയുടെ സ്കോളർഷിപ്പ് അതിൽ എനിക്ക് അപ്ലൈ ചെയ്തു, കിട്ടുകയും ചെയ്തു. സോ ആ സമയത്ത് ഇവരുടെ LMS പോർട്ടൽ ഉപയോഗിച്ച് പേപ്പർ 1 കംപ്ലീറ്റ് ഞാൻ പഠിച്ചു കഴിഞ്ഞായിരുന്നു. പേപ്പർ 1 എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഏകദേശം 70+ മാർക്സ് ഔട്ട് ഓഫ് 100 എനിക്കുണ്ടായിരുന്നു. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ Applebyയിൽ വന്ന് പേപ്പർ 2 കറക്റ്റായിട്ട് സിലബസ് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യും. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിൽ നിന്ന് ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ഓപ്ഷനായിരിക്കും കറക്റ്റ് ഓപ്ഷൻ. ബാക്കി 3 ഓപ്ഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് അങ്ങനെ എഴുതി പഠിച്ച് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇത് മൈൻഡിൽ സെറ്റ് ആവും. സോ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ജൂൺ 2024 എക്സാംസ് എഴുതി കഴിഞ്ഞ് അന്ന് രാത്രിയാണ് ഇന്ത്യ ഡിക്ലെയർ ചെയ്യുന്നത് ക്യാൻസൽ ആക്കുകയെന്ന്. ആ നേരം ഉണ്ടായ ഒരു മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു. ഇത് നിർത്തിവെച്ച് പോയാലോ എന്ന് വരെ ചിന്തിച്ചു. അന്ന് മോട്ടിവേഷൻ തന്ന മാമും പിന്നെ കിരൺ സാറും ആയിരുന്നു. കിരൺ സാറിൻ്റെ ഒരു ഓഡിയോ മെസ്സേജ് ഉണ്ടായിരുന്നു, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യല്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം, വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. ആ സമയത്തിനിടയ്ക്ക് എനിക്ക് ബ്രോങ്കൈറ്റിസ് വന്നായിരുന്നു. സംസാരിക്കാൻ പോലും മേലാത്തൊരവസ്ഥയായിരുന്നു. എന്നിരുന്നാൽ പോലും ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ട്രൈ ചെയ്ത് പഠിച്ച് നേടിയെടുത്തു. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ ടെസ്റ്റിമോണിയൽ വീഡിയോയിൽ നമ്മുടെ കൂടെയുള്ളത് മനു ആണ്. മനു മാനേജ്മെന്റിൽ UGC നെറ്റ് ഇത്തവണ ജൂൺ 2024 ക്രാക്ക് ചെയ്തിരിക്കുകയാണ്. പൊതുവെ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം MBA കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്ന നെറ്റിലേക്ക് അപ്പിയർ ചെയ്യാൻ വരുന്നത്. പക്ഷേ പൊതുവെ MBA കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് പോവുക ഒരു കോർപ്പറേറ്റ് ഫീൽഡിലേക്കായിരിക്കും. പൊതുവെ ടീച്ചിങ് ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ പരിമിതമാണ്. അപ്പോൾ മനു, എന്തുകൊണ്ടാണ് കോർപ്പറേറ്റ് ഫീൽഡിൽ നിന്ന് ടീച്ചിങ് ഫീൽഡിലേക്ക് ഒരു മാറ്റം, അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ജോബിലേക്ക് പോകാനുള്ളൊരു കാരണം എന്തായിരുന്നു? അതായത് MBA കഴിഞ്ഞതിന് ശേഷം ഞാൻ ICICI ബാങ്കിൽ എനിക്ക് പ്രൊബേഷൻ ഓഫീസറായിട്ട് റിക്രൂട്ട്മെൻറ്റ് അഡ്മിഷൻ കിട്ടിയായിരുന്നു. സോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ട്രെയിനിങ്ങിന് സമയത്ത് പ്രഷർ ഭയങ്കര അധികമായിരുന്നു. സോ പ്രഷർ കുറഞ്ഞൊരു ഏരിയ ചൂസ് ചെയ്തപ്പോഴത്തേനും അത് ടീച്ചിങ് ഫീൽഡാണ്. പക്ഷേ ടീച്ചിങ് ഫീൽഡിനും പ്രഷറുണ്ട്, ഇല്ലെന്നല്ല. എന്നാലും ബാക്കിയുള്ള ജോലിയേക്കാളിലും കുറവ് പ്രഷർ ടീച്ചിങ്ങിനാണെന്ന് മനസ്സിലാക്കുകയും അതിനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ Appleby അക്കാഡമി ചൂസ് ചെയ്തതും ഇവിടെ പഠിച്ചതും നെറ്റ് ക്വാളിഫൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ ശരിക്കും വർക്ക് പ്രഷറിന്റെ ബേസിസിലാണോ ടീച്ചിങ് ചൂസ് ചെയ്തതെന്നാണ് പറയുന്നത്? അത് ഒരു കാരണമാണ്. പിന്നെ അത് ഫ്രീഡമാണ്. ഒരു ഇഷ്ടമുണ്ട് ടീച്ചിങ്ങിനോട്. പണ്ടോട്ടെ ഈ ക്ലാസ്സസ് ഒക്കെ എടുക്കുമായിരുന്നോ, അതെയോ ട്യൂഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? പണ്ട് തൊട്ടേ പിള്ളേരിനോട് സംശയം ചോദിക്കുമ്പോഴത്തേനും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ഡൗട്ട് ക്ലിയറൻസ് കഴിവുണ്ട്, കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതെ, ഒരു ടീച്ചിങ്ങിന് നമുക്ക് വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ കാര്യങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്കത് പ്രോപ്പറായിട്ട് മറ്റൊരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റണം. അപ്പം അങ്ങനെ ഒരു കഴിവത് നമുക്കത് ടീച്ചിങ്ങിലേക്ക് പോകാനുള്ളൊരു മേജറായിട്ട് വേണ്ടുന്ന കഴിവാണ്. അതിന് താല്പര്യവും അങ്ങനെ ഒരു സ്കില്ലും ഉള്ളപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. സോ ഫെബ്രുവരി 2024 മനു Appleby അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ഇക്കഴിഞ്ഞ ജൂൺ 2024 എക്സാം ക്രാക്ക് ചെയ്യുകയും ചെയ്തു. ശരിക്കും മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ മറ്റ് സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് നമ്മുടെ സിലബസ് ആണെങ്കിൽ ഇതിനൊരു പ്രോപ്പർ സ്ട്രക്ചർ ഇല്ല. മനുവിനും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പല യൂണിറ്റ്സുകളിൽ അക്കൗണ്ടിങ്ങിന്റെ ഏരിയാസ് കിടക്കുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പല യൂണിറ്റിൽ. അപ്പോൾ പ്രോപ്പറായിട്ടൊരു സ്ട്രക്ചർ ആ സിലബസിന് കുറവുണ്ട് എന്നുള്ളത് നമുക്ക് അതിലേക്ക് വരുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പ്രോപ്പറായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയോ? എന്താണ് സിലബസ്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ? ഇതെൻ്റെ മൂന്നാമത്തെ ട്രൈ ആയിരുന്നു നെറ്റ് എക്സാമിന്. ഫസ്റ്റ് ട്രൈ എന്ന് പറയുന്നത് ഞാനാണെങ്കിൽ PG ഫസ്റ്റ് ഇയറിൽ ഞാൻ അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിലാണ് ഞാൻ PG ചെയ്തത്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പഠിച്ച് ചെയ്യുമായിരുന്നു. സോ എൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു, പറയാൻ പോലും പറ്റത്തില്ല. പിന്നെ സെക്കൻഡ് ഇയറിൽ ഞാൻ Appleby അക്കാഡമിയുടെ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിൽ എനിക്ക് അപ്ലൈ ചെയ്തു, കിട്ടുകയും ചെയ്തു. സോ ആ സമയത്ത് ഇവരുടെ LMS പോർട്ടൽ ഉപയോഗിച്ച് പേപ്പർ 1 കംപ്ലീറ്റ് ഞാൻ പഠിച്ചു കഴിഞ്ഞായിരുന്നു. പേപ്പർ 2 തുറൻ പോലും പറ്റില്ല, സമയമില്ലായിരുന്നു. ബട്ട് പേപ്പർ 1 എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഏകദേശം 70+ മാർക്സ് ഔട്ട് ഓഫ് 100 എനിക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ Applebyയിൽ വന്ന് പേപ്പർ 2
കറക്റ്റായിട്ട് സിലബസ് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യും. സോ സ്വാതി മിസ്സിനാണെങ്കിൽ വലിയ താങ്ക്സ് ഉണ്ട്. പേപ്പർ 2 എന്താന്ന് പോലും എനിക്ക് അറിയത്തില്ല, അത് മാമിന് തന്നെ ഫീൽ ചെയ്യുമായിരുന്നു. ഞാനവിടെ മനുവിന്റെ ഒരു അഡ്വാൻറ്റേജ്, മനുവിന് പ്രോബ്ലം ഏരിയാസ് പെട്ടെന്ന് കിട്ടുമായിരുന്നു. ഇപ്പം നമ്മൾ ചിലപ്പോൾ അങ്ങ് പറഞ്ഞു തുടങ്ങുമ്പോഴേ മനുവിൻ്റെതായ ഒരു രീതിയുണ്ട്, ബട്ട് സ്റ്റിൽ കാര്യങ്ങൾ അറിയായിരുന്നു, ചെയ്യാൻ അറിയായിരുന്നു, പെട്ടെന്ന് ചെയ്യും. പക്ഷെ തിയറി ആയിരുന്നു നമുക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം അല്ലെ. തിയറിക്ക് കമ്പാരിറ്റീവ്ലി നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന പോലെ അത്ര പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അതായിരുന്നു മനുവിന്റെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷെ മനുവിന് പ്രോബ്ലം ഏരിയസിൽ ഭയങ്കരമായൊരു സ്ട്രോങ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പേപ്പർ 1 അത് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പേപ്പർ 2 അക്കൗണ്ടിങ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിനാൻസ് പോലുള്ള ഏരിയയിലും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞ തിയറി ആയിരുന്നു നമ്മുടെ പ്രശ്നം. തിയറി എങ്ങനെയാണ് ഡീൽ ചെയ്തത്? തിയറി എങ്ങനെ ഡീൽ ചെയ്യുന്ന ചോദിച്ചാൽ, എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിൽ നിന്ന് ഓപ്ഷൻസ് ഉണ്ട്, ഓരോ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. ബാക്കി 3 ഓപ്ഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് അങ്ങനെ എഴുതി പഠിച്ച് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി. പിന്നെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇത് മൈൻഡിൽ സെറ്റ് ആവും. അപ്പം സോ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് പ്രോബ്ലം ഏരിയസിനേക്കാളും കൂടുതൽ തിയറിയാണുള്ളത്. അപ്പം പ്രോബ്ലം എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയതുകൊണ്ട് ഞാൻ അതിൽ ഈ ജൂൺ എക്സാമിൽ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയും തിയറി ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷൻ കൂട്ടുകയും ചെയ്തു. സോ അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായി. ഓക്കെ, ശരിക്കും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ എടുത്ത് നോക്കിയാൽ മാനേജ്മെന്റിൽ ഉറപ്പായിട്ടും പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ നമുക്കൊരു പേപ്പർ 2 100 ക്വസ്റ്റ്യൻസിൽ ഒരു 5-6 ക്വസ്റ്റ്യൻസ് അല്ലേ, അതിനപ്പുറം നമുക്ക് അതിൽ നിന്ന് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുകയില്ല. ബാക്കി എല്ലാം തിയറിയാണ്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടൊരു ധാരണയുണ്ട്, നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മനുവിന് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ തിയറിയുടെ ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ട് പോയിന്റ് വൈസ് കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയപ്പം, അല്ലെങ്കിൽ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയർ ആയിട്ട് ഫീൽ ചെയ്തില്ലേ? ഡെഫിനറ്റ്ലി ഈസിയർ ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു. പിന്നെ എനിക്കാണ് ഇപ്പോൾ എങ്ങനെയാണ് നെറ്റിനെ അഭിമുഖീകരിക്കണമെന്ന് മനസ്സിലായി. അതറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് ഈ എക്സാം എഴുതേണ്ടതെന്ന്. അപ്പം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പഠിക്കുന്നു, കുറച്ച് പരീക്ഷ എഴുതുന്നു, പിന്നെ അതൊരു മിക്സ്ഡ് അപ്രോച്ചാണ്. അപ്പം ഫുള്ളി കോൺസെൻട്രേറ്റ് ആയിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ നെറ്റ് കിട്ടത്തുള്ളൂ. അതെ, നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇവിടെ വന്ന് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് മനുവിന് കിട്ടിയത്. പക്ഷെ മനു പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്തു തുടങ്ങി. പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ ഒരു കപ്പാസിറ്റി ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയതിന് ശേഷം കൃത്യമായിട്ട് സ്കോറിലും നമ്മളിവിടെ കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് ടെസ്റ്റുകൾ നടത്തും. പതിയെ ആദ്യമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് മനുവിന്റെ തിയറി ഏരിയ വരുമ്പോൾ കുറച്ച് മാർക്ക് വിചാരിക്കുന്ന അത്രയും വെച്ചാൽ ക്ലാസ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ്. പക്ഷെ അത്രത്തോളം ആ ഒരു മാർക്കിലേക്ക്, അതായത് ക്വസ്റ്റിനെ ഡീൽ ചെയ്യാൻ അത്രത്തോളം തിയറിറ്റിക്കൽ ഏരിയയിൽ സാധിക്കുന്നില്ലായിരുന്നു. പക്ഷെ പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നീടുള്ള എക്സാമിന് നല്ല രീതിയിൽ സ്കോറുകൾ കൂടി വരാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് ഈ പറയുന്ന മനുവിന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ പറഞ്ഞ പോലെ ഓരോ ഓപ്ഷൻസ് നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഒരു ഓപ്ഷൻ അതിന്റെ ആൻസർ ആണ്, എന്തുകൊണ്ട് 3 ഓപ്ഷൻസ് അതിന്റെ ആൻസർ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത തവണ എക്സാമിന് വരുമ്പോൾ ചിലപ്പോൾ ഈ 3 ഓപ്ഷൻസിൽ ഏതെങ്കിലും ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ വരും. അപ്പം നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ എന്താണെന്ന് മാത്രം നോക്കി പഠിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. നമ്മൾ അതിനെ ഫർദർ അനലൈസ് ചെയ്ത് ഇതിൽ നിന്ന് ഇനി എന്തൊക്കെ വരാം എന്നുള്ളതും ഒരു ഏരിയയിൽ നിന്ന് ഏത് ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും മനുവിന്റെ സ്വന്തമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്? എൻ്റെ സ്വന്തമായിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇവിടുത്തെ LMS മൊഡ്യൂള് അതിൽ ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു. അപ്പം അത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, വീണ്ടും അപ്പം ഫുള്ളി കറക്റ്റ് ആവുന്നത് വരെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഒരെണ്ണം ചെയ്ത് അതിലെ മിസ്റ്റേക്ക് നമ്മൾ മനസ്സിലാക്കി അത് ശരിയാക്കുന്നു, വീണ്ടും ആ ടെസ്റ്റ് ചെയ്യുന്നു, പിന്നെ അറിയാൻ മേലാത്ത ഭാഗം എഴുതി വെക്കുന്നു. എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു പോയിന്റുകൾ നമ്മുടെ ഓൾറെഡി ഉള്ള നോട്ട്സിലേക്ക് ആഡ് ഓൺ ചെയ്ത് വെക്കുന്നു. നമ്മൾ എപ്പോഴും ഒരു ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംതിങ് എക്സ്ട്രാ കിട്ടും അല്ലെ. ഇവിടെ നമ്മൾ എക്സാം ഇടുമ്പോഴും എന്തെങ്കിലും നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ പോയിന്റ് കിട്ടും, അല്ലെങ്കിൽ പുതിയൊരു ഒരു കോൺസെപ്റ്റ് കിട്ടും. നമ്മളിപ്പോൾ ഓൾറെഡി ഉള്ള നോട്ട്സിനോട് അത് ആഡ് ചെയ്ത് വെക്കാനാണ് ആവശ്യപ്പെടാറ്. അപ്പൊ നമുക്ക് പിന്നീട് നമ്മുടെ കയ്യിൽ എല്ലാം കൂടെ കോംപ്രഹെൻസീവ് ആയിട്ട് ഒരൊറ്റ നോട്ടുണ്ട്. നമുക്ക് ആ ഒരു നോട്ടിനെ പ്രോപ്പറായിട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. ശരിക്കും ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്കറിയാം നമ്പർ ഓഫ് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണവും വളരെ കുറവാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ MBA കഴിഞ്ഞ് ഒരു കോർപ്പറേറ്റ് ഫീൽഡിലേക്കാണ് ഒരു മെജോറിറ്റി ആൾക്കാരും പോകുന്നത്. അപ്പം വരുന്ന ആൾക്കാരുടെ എണ്ണവും വളരെ പരിമിതമാണ്. പക്ഷെ മനു ഈ പറഞ്ഞ പോലെ വളരെ ലിമിറ്റഡ് ടൈമിൽ വന്നു, വളരെ നന്നായിട്ട് തന്നെ കിട്ടിയ സമയം പഠിച്ചു. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത് വന്ന എക്സാമിന് തന്നെ വളരെ നന്നായിട്ട് ക്രാക്ക് ചെയ്യാനും സാധിച്ചു. ഇനി ഉറപ്പായിട്ടും JRF പ്രിപ്പറേഷൻ മനു ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ശരിക്കും ഇക്കഴിഞ്ഞ ജൂൺ 2024 എക്സാം എഴുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. എക്സാം അപ്രതീക്ഷിതമായിട്ട് ക്യാൻസൽ ചെയ്തു, പിന്നീട് റീ എക്സാം കണ്ടക്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വളരെ നമുക്ക് നന്നായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്ത് എഴുതിയ ആൾക്കാരെ സംബന്ധിച്ചുള്ള അവരുടെ കോൺഫിഡൻസ് കണ്ടമാനം കുറയും, അല്ലെങ്കിൽ ചെയ്തതിൻ്റെ എഫേർട്ട് അവർക്ക് കിട്ടിയില്ല എന്ന് തോന്നും. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഈ സമയത്തെ എങ്ങനെയാണ് മനു ഡീൽ ചെയ്തേ? അതായത് ജൂൺ 2024 എക്സാംസ് എഴുതി കഴിഞ്ഞ് അന്ന് രാത്രിയാണ് ഇന്ത്യ ഡിക്ലെയർ ചെയ്യുന്നത് പേപ്പർ ലീക്കായി, അതുകൊണ്ട് ക്യാൻസൽ ആക്കുവാന്ന്. സോ ആ നേരം ബേസിക്കലി ആ നേരം ഉണ്ടായ ഒരു മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു. ഇത് നിർത്തിവെച്ച് പോയാലോ എന്ന് വരെ ചിന്തിച്ചു. ബട്ട് പിന്നെ ചിന്തിച്ച് നോക്കിയപ്പോഴത്തേനും ഇതൊരു എക്സാം അല്ലേ, ഈ എക്സാം വരുമല്ലോ. അപ്പം പിന്നെ അടുത്ത എക്സാമിന് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അന്ന് മോട്ടിവേഷൻ തന്ന മാമും പിന്നെ കിരൺ സാറുമായിരുന്നു. കിരൺ സാറിൻ്റെ ഒരു ഓഡിയോ മെസ്സേജ് ഉണ്ടായിരുന്നു, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യില്ല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം, വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. അപ്പം പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്തിനിടയ്ക്ക് എനിക്ക് പല അസുഖങ്ങളും ബ്രോങ്കൈറ്റിസ് വന്നായിരുന്നു. സംസാരിക്കുക പോലും മേലാത്തൊരവസ്ഥയായിരുന്നു. എന്നിരുന്നാൽ പോലും ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ട്രൈ ചെയ്ത് പഠിച്ച് നേടിയെടുത്തു. JRF ആയിരുന്നു ഫോക്കസ്, എന്നാലും നെറ്റിൽ ഒതുങ്ങി. സംതൃപ്തിയുണ്ട്. JRF ഈ പറഞ്ഞ പോലെ നമുക്ക് പറ്റുന്ന കാര്യം തന്നെയാണ്. മനുവിനെ സംബന്ധിച്ചോളം മനു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച കാലയളവ് നോക്കി വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ നമുക്ക് നെറ്റ് കിട്ടി. അപ്പൊ ഇതേ ഒരു എഫേർട്ട് ഇട്ട് അടുത്തവണ ഉറപ്പായിട്ടും നമുക്ക് JRFലേക്ക് വളരെ ഈസിലി എത്താവുന്നുള്ളൂ. കാരണം ഇപ്പം മനുവിന് കൃത്യമായിട്ട് മനു ഏത് ഏരിയയിലാണ് മനു കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മനുവിന് ഏതാണ് വീക്ക് പോയിന്റ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്തെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് എല്ലാം കൃത്യമായ ധാരണയുണ്ട്. ഓൾറെഡി ടോപ്പിക്സുകളെല്ലാം കവർ ചെയ്താണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻസ്, പിന്നീടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതേ മനുവിനെ സംബന്ധിച്ച് ഇനി മുന്നോട്ടുള്ളൂ. അത് നന്നായിട്ട് ചെയ്യാൻ മനുവിന് ഉറപ്പായിട്ട് സാധിക്കും. നെക്സ്റ്റ് എക്സാം നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ JRF ക്രാക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി ചുറ്റുമുള്ളവരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഈ ഒരു ജേർണിയിൽ, JRF നെറ്റിന്റെ ജേർണിയിൽ? സാധാരണ നമ്മൾ സ്ഥിരം ഉള്ള കുടുംബങ്ങളിൽ പല ബന്ധുക്കൾ ചോദിക്കത്തില്ലേ, ഒന്നും ആയില്ലേ. അപ്പം എനിക്ക് പറയാനുണ്ടായിരുന്നു, ഞാൻ PhD കൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നെറ്റിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നെറ്റ് ക്വാളിഫൈ ആയി കഴിഞ്ഞ് നല്ലതുപോലെ എല്ലാവരും കൺഗ്രാറ്റ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു സന്തോഷമായി. പിന്നെ ഇനി എന്താണെന്നുള്ള ചോദ്യമില്ല, അവിടെ ഒഴിവായി. അതെ, ഞാൻ നെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു നാഷണൽ ലെവൽ എക്സാം ആണ്. വളരെ ഈസിലി ആർക്കും വന്ന് കിട്ടിപ്പോകുന്ന ഒന്നല്ല, അല്ലേ? നമുക്കറിയാം 100 പേരിൽ 6 പേർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും അതിൻ്റെതായ വിലയുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് പല രീതിയിലുള്ള പ്രഷറുകൾ, ഇതിപ്പം മനുവിനെന്നല്ല, മനു പറഞ്ഞ പോലെ എല്ലാവർക്കും തന്നെ ഫേസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രഷറാണ്. അപ്പോൾ നമുക്കങ്ങനെ ചുറ്റും പല പ്രഷറുകളും ഉണ്ടാവും. നമ്മളത് മാറ്റിവെക്കുക, നമ്മൾ വീണ്ടും വർക്ക് ചെയ്യുക. നമ്മൾ റിസൾട്ടുകൾ കൊണ്ടാണ് സംസാരിക്കേണ്ടത്, അല്ലേ? നമുക്ക് നമ്മുടെ റിസൾട്ട് വരുമ്പോൾ ഈ പറഞ്ഞ നമ്മളെ കുറ്റപ്പെടുത്തിയവരോ അല്ലെങ്കിൽ ഇതാണോ ഒരു ശരിയായ ഓപ്ഷൻ എന്ന് പറഞ്ഞവരൊക്കെ നമ്മളെ ഇപ്പോൾ കൺഗ്രാജുലേറ്റ് ചെയ്യാണ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യവും, അല്ലേ? നമ്മൾ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകുക, നമ്മുടെ ഡ്രീംസുകളെല്ലാം അച്ചീവ് ചെയ്യുക. നമ്മൾ ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, നമ്മുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ആ ഡ്രീമിൽ നമ്മൾ എത്തും. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ചുറ്റും നമ്മുടെ വിജയത്തിൽ സന്തോഷിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. അത് തന്നെയാണ് നമുക്ക് വളരെ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ഇനി എക്സാമിന് വേണ്ടി ഇതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ എക്സാമിന് മാർജിനലി നെറ്റ് അല്ലെങ്കിൽ JRF പോലെയുള്ള കാര്യങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോയ കുട്ടികളുണ്ട്. അവർ ഈ വീഡിയോ കാണുന്നുണ്ട്. അവരോട് എന്താ മനുവിന് പറയാനുള്ളത്? വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല. നിങ്ങൾക്ക് നെറ്റ് JRF കിട്ടിയാൽ പോലും നിങ്ങൾ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം. കാരണം അടുത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ വർക്ക് ഹാർഡ്, ട്രൈ ബെറ്റർ. ഓക്കെ, അപ്പം മനു നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ വരെ വന്നു, നമ്മോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചു. വളരെ വലിയൊരു സന്തോഷമുണ്ട്. ഇനി നമുക്ക് വീണ്ടും സന്തോഷങ്ങൾ പങ്കിടണം. നമ്മൾ JRF ഒക്കെ കിട്ടുമ്പോൾ മനു വീണ്ടും നമ്മോടൊപ്പം വരും, അല്ലേ? അപ്പം മനു ഇപ്പം നന്നായിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ളത് തന്നെയാണ്. സോ താങ്ക് യു, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.